Hello dears, welcome back to Eduport. Yes, നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കും അല്ലേ? ഒരുപാട് ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആണ് നമ്മൾ ഇംഗ്ലീഷ് എക്സാം എന്ന് പറഞ്ഞാൽ. പല ആളുകൾക്കും ചിലപ്പോൾ 100ൽ ജസ്റ്റ് 95 ഒക്കെ കിട്ടിയിട്ട് അത് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ? അതല്ലാതെ പല ആളുകളും ചിലപ്പോൾ എന്തായിരിക്കും എ വരെ എത്തിയിട്ടുണ്ടാവും, അതൊന്ന് A+ ആക്കാനും, പല ആളുകൾ B+ ഉള്ളത് ഒന്ന് A+ ആക്കാനും ഒക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആണ് നമ്മൾ ഇംഗ്ലീഷ് എക്സാം എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇനിയും കുറച്ച് ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒട്ടും നമ്മൾ റെസ്റ്റ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ അലേർട്ടായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിൽ ഇംപ്രൂവ്മെന്റ് ശരിക്കും റിഫ്ലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലേ? യെസ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എടാ ചിലപ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലേ? ജസ്റ്റ് ചാപ്റ്റർ സമ്മറി അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഈ കഥയിൽ എന്താണ് പറയുന്നത് എന്നുള്ള ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ ആൻസർ പേപ്പറിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഓരോ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള സെന്റൻസുകൾ നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ സെന്റൻസുകൾ യൂസ് ചെയ്തിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ധാരണ വേണം, ഓരോ ചാപ്റ്റർ കാണുമ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ചോദ്യം കണ്ടാൽ ഞാൻ എന്തൊക്കെ പോയിന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം എന്നതാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ +1 യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 2 ആണ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ് അഥവാ വാക്കുകളും പ്രവൃത്തികളും എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള. ഓക്കെ, ഇതിൽ നിന്ന് ഒരുപാട് മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ യൂണിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ എടാ ഈ ഒരു യൂണിറ്റിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 3 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? യെസ്, ദ ഫസ്റ്റ് വൺ ഈസ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഏതാണ് ചാപ്റ്ററിന്റെ പേര്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പോം ആണ് ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ 3 ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ യൂണിറ്റിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റും, എന്തൊക്കെയാണ് ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നോക്കാം എന്താണ് ഈ ഒരു യൂണിറ്റിന്റെ തീം എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ യൂണിറ്റിന്റെ തീം എന്ന് പറഞ്ഞാൽ എന്താണ്, നെസസിറ്റി ഓഫ് ദ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഓക്കെ, അതായത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അല്ലെ, ഇത് രണ്ടും തമ്മിലുള്ള അതിന്റെ ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്, വാല്യൂസ് ഓഫ് ഗുഡ് സിറ്റിസൺഷിപ്പ് അഥവാ ഈ യൂണിറ്റ് പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തറിയണം, എന്തൊക്കെയാണല്ലേ ഒരു നല്ല പൗരനാവാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഒരു നല്ല വ്യക്തി ആവാൻ, നല്ല പേഴ്സൺ ആവാനുള്ള എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്ക് വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണ വേണം. അതേപോലെ തന്നെ നോക്കൂ, ദ ബോണ്ട്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്. മനുഷ്യന്മാർ തമ്മിലുള്ള അല്ലെ മനുഷ്യ ബന്ധങ്ങളുടെ അവരുടെ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഭയങ്കര സ്ട്രോങ് ആണ് എന്നാ പറഞ്ഞത്. സോ ദേ ആർ സോ കോംപ്ലെക്സ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു എക്സ്പ്ലെയിൻ. മനുഷ്യന്മാർ തമ്മിലുള്ള ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള അവരുടെ ബോണ്ട്, അവരുടെ റിലേഷൻഷിപ്പിന്റെ ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത്. അതായത് അത്രയും സ്ട്രോങ് ആയിരിക്കും അത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സോ വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഹാവ് എ സൂത്തിങ് എഫക്ട് ആൻഡ് ദേ സിമെന്റ് ദ ബോണ്ട്സ് ഓഫ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, വാക്കുകളും പ്രവൃത്തികളും അല്ലേ, വേർഡ്സിനും ഡീഡ്സിനും വലിയ ഒരു സൂത്തിങ് എഫക്ട് ഉണ്ട് എന്നാ പറഞ്ഞത്. അതായത് റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങൾ അല്ലെ, ഇപ്പൊ മദർ സൺ റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാദർ മദർ റിലേഷൻ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ, ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനുള്ള ഒരു പവർ ആർക്കുണ്ട് എന്നാ പറഞ്ഞത്, നമ്മുടെ വാക്കുകൾക്കുണ്ട്, വേർഡ്സിനുണ്ട്. ആൻഡ് ഡീഡ്സ് നമ്മുടെ പ്രവൃത്തികൾക്കുണ്ട് എന്നുള്ള അല്ലെ. നമ്മുടെ വാക്കുകൾ ഭയങ്കര പോസിറ്റീവ് ആണ്, നല്ല രീതിയിലുള്ള വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ
ആയിരിക്കും എന്നുള്ളതാണ് അല്ലെ, സ്ട്രോങ് ആയിരിക്കും. അല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കൂലേ അല്ലെ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ട്രസ്റ്റ് കുറക്കാനും നമ്മുടെ കോൺഫിഡൻസ് കുറക്കാനൊക്കെ ഒരു കാരണമാവും നമ്മുടെ നെഗറ്റീവ് വേർഡ്സ് എന്നുള്ള. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ വേർഡ്സ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എൻകറേജിങ് ആക്കിയിട്ട് അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡീഡ്സ് അല്ലെ, നമ്മുടെ പ്രവൃത്തികൾ നന്നാവണം. നമ്മുടെ പ്രവൃത്തികൾ നന്നാവുമ്പോൾ അതിനൊക്കെ വലിയൊരു പവർ ഉണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനുള്ള. ഓക്കെ, സോ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അപ്പൊ നമ്മൾ ഈ വാക്കും പ്രവൃത്തി എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾ ആരാണെന്നാ പറഞ്ഞിട്ടുള്ളത്, ഡീഡ്സ് ആണ് എന്നാ പറഞ്ഞത്. ഓക്കെ, ഡീഡ്സ് എന്ത് ചെയ്യുക, മോർ പവർഫുൾ ആണ്, അല്ലെങ്കിൽ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്നാ പറഞ്ഞത്. അതായത് വാക്കുകൾ കൊണ്ട് എന്താണ് പറയാൻ എല്ലാവർക്കും പറ്റും അല്ലെ. വാക്കുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആർക്കും വാഗ്ദാനം ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ ഡീഡ്സ് അല്ലെ, നമ്മുടെ പ്രവൃത്തി ചെയ്തിട്ട് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വാക്കിനേക്കാളും മോർ പവർഫുൾ ആണ് ഡീഡ്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പോ നോക്ക്, ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പർഡ് ഫോർ എവർ. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ എന്നേക്കുമായിട്ട് അത് ഓർമ്മിപ്പിക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ജീവിക്കുന്ന കാലത്ത് നമ്മൾ നല്ല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി റിമെമ്പർഡ് ഫോർ എവർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റിനെ പറ്റിയിട്ട് ധാരണ കിട്ടിയല്ലോ. അപ്പൊ യൂണിറ്റിൽ എന്തിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്, വേർഡ്സുകൾ അല്ലെ, വേർഡ്സിനെയും ഡീഡ്സിനെയും ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൽ ഡീഡ്സിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് മോർ ദാൻ വേർഡ്സ്, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ ആർക്ക് പവർ ഉണ്ട് എന്നുള്ളതാണ്, നമ്മുടെ വാക്കുകൾക്ക് വേർഡ്സിനുണ്ട് ഡീഡ്സിനുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളും ഓക്കെ ആണല്ലോ. സോ ഇഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു എക്സ്പ്ലെയിൻ എന്നുള്ളതാണ് അല്ലെ. അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇനി നമ്മൾ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഓക്കെ, സോ അതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ എന്താ പറയുന്നത്, ദി ചാപ്റ്റർ ഈസ് എൻ എക്സെപ്റ്റ് ഫ്രം ജവഹർലാൽ നെഹ്റൂസ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ പഠിക്കുന്ന എസ്സേ. ഓക്കെ, സോ ഇറ്റ് ടോക്സ് അബൌട്ട് ദി കമ്മിങ് ഓഫ് മഹാത്മാഗാന്ധി അല്ലെ. അപ്പൊ ആ ഒരു എസ്സേയിൽ എന്തിനെ പറ്റിയിട്ടാ പറയുന്നത് എന്നുള്ളതാണ്, മഹാത്മാഗാന്ധി എങ്ങനെയാണല്ലേ അദ്ദേഹത്തിന്റെ വരവ് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ്. സോ എങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ വരവിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇൻടു ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ് മഹാത്മാഗാന്ധി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആൻഡ് ഹൗ ഇറ്റ് ഷേപ്ഡ് ദി കോഴ്സ് ഓഫ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. സോ അദ്ദേഹത്തിന് ആ വരവ് എങ്ങനെ അല്ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മാറ്റി, എങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ആ വരവ് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു എസ്സേയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഗാന്ധി aroused the masses and gave them hope and helped India and its people achieve their freedom from British rule. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാല്, യെസ് ഗാന്ധി അല്ലെ, ഗാന്ധി എന്താ ചെയ്തിട്ടുള്ളത്, ഒരുപാട് ആളുകൾക്ക് അതായത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്ത് കൊടുത്തു എന്നാ പറഞ്ഞിട്ടുള്ളതാണ്, അവർക്ക് പ്രതീക്ഷ കൊടുത്തു, ഹോപ്പ് കൊടുത്തു, എന്നിട്ട് അവരെ അറോസ് ചെയ്തു എന്നാ പറഞ്ഞ അല്ലെ, അവരെ ഉയർത്തി കൊണ്ടുവരാണ് അദ്ദേഹം എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് പീപ്പിൾ അച്ചീവ് ദെയർ ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് റൂളിൽ നിന്ന് അല്ലെ, നമ്മൾ എല്ലാവരും ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. സോ ആ ഒരു ബ്രിട്ടീഷ് റൂളിൽ നിന്ന് നമ്മൾ ഉയർത്തി കൊണ്ടുവരാ ആൻഡ് ടു അറ്റൈൻ അവർ ഫ്രീഡം എന്നുള്ളതാണ്. നമ്മുടെ ഫ്രീഡം അല്ലെ, നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കാര്യം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്, മഹാത്മാഗാന്ധി ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, സോ എന്താണ്, ഗാന്ധി കംസ് ഇൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. ഗാന്ധിജി, മഹാത്മാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കൂ, ദ എൻഡ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ് brought India repressive legislation instead of peace. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അല്ലെ, വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വർ അൺഎംപ്ലോയ്ഡ്. ഇന്ത്യയിലുള്ള ഒരുപാട് ജനങ്ങൾക്ക് എന്ത് ചെയ്യാതായി, തൊഴിലില്ലാതെ അല്ലെ, ഒരുപാട് പേര് തൊഴിൽ രഹിതരായി എന്നുള്ളതാണ്. സോ എവരിവൺ വണ്ടർഡ് ഹൗ ഇന്ത്യ കുഡ് ബി പുൾഡ് ഔട്ട് ഓഫ് സച്ച് പോവർട്ടി ആൻഡ് ഡിപ്രഷൻ. അപ്പോ എല്ലാ ആളുകളുടെയും ഒരു സംശയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമല്ലേ ഇത്രയും അധികം ഈ ഒരു ഡിപ്രഷനിൽ നിന്നും ഈ ഒരു ദാരിദ്ര്യത്തിൽ നിന്നും പോവർട്ടിയിൽ നിന്നൊക്കെ എങ്ങനെ നമ്മൾ ഇത് മറികടന്ന് വരും എന്നുള്ള അല്ലെ, ഓവർകം ചെയ്തു വരും എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഫോർ മെനി ജനറേഷൻ, ഒരുപാട് കാലങ്ങളായിട്ട് അല്ലെ, തലമുറകളായിട്ട് നമ്മൾ ഇന്ത്യൻസ് ഹാഡ് ഓഫേർഡ് ദ ബ്ലഡ് ആൻഡ്
ടോയിൽ. നമ്മൾ ഇത്രയും കാലമല്ലേ ഇന്ത്യൻ ജനങ്ങള് ആർക്കും വേണ്ടിയിട്ട് അതായത് അവരുടെ ബ്ലഡ് ആൻഡ് ടോയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഇതുവരെയുള്ള അവരുടെ ഹെൽത്ത്, ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ഹെൽത്തും, അവരുടെ ലൈഫ് തന്നെ ശരിക്കും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ഓഫർ ചെയ്തതായിരുന്നു. ടീയേഴ്സ് ആൻഡ് സ്വെറ്റ് അല്ലേ, യെസ്, അവരുടെ കണ്ണുനീര്, അവരുടെ വിയർപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവരുടെ ഹെൽത്ത് തന്നെയാണ് അല്ലെ, അവരുടെ ആരോഗ്യമാണ് എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഹാഡ് മെയ്ഡ് ദം വീക്ക്. അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ പീപ്പിൾ എന്താക്കി എന്നുള്ളതാണ്, വീക്ക് ആക്കി എന്നുള്ളതാണ്. ഒരുപാട് ജനറേഷൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ള ആളുകൾക്ക് അല്ലെ, ഫോറിനേഴ്സിന് ഇങ്ങനെ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണല്ലേ, നമ്മുടെ ചോരയും നീരും നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, അവർ ഭയങ്കരമായിട്ട് വീക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അവരുടെ ആരോഗ്യമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഗാന്ധി came like a powerful current of fresh air. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ആര് വന്നിട്ടുള്ളടാ, നമ്മുടെ മഹാത്മാഗാന്ധി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. യെസ്, ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ അല്ലെ, യെസ്, ആ ഒരു അദ്ദേഹത്തിന്റെ വരവിനെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ത്രൂ ദ ഡാർക്ക്നെസ്. അതായത് ഇരുട്ടിനെ മാറ്റിയിട്ട്, ഡാർക്ക്നെസ്സിനെയൊക്കെ മാറ്റിയിട്ട് ലൈറ്റ് ഇങ്ങനെ വരുന്നല്ലേ, ആ ഒരു ബീം ഓഫ് ലൈറ്റ് പോലെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്. ലൈക്ക് എ സ്ട്രോങ് വിൻഡ് ദാറ്റ് അവേക്കൻ പീപ്പിൾസ് മൈൻഡ്. അതായത് ഒരുപാട് ജനങ്ങളുടെ അല്ലെ അവരുടെ മനസ്സിനെ ഉണർത്തിയ ഒരു സ്ട്രോങ് വിൻഡ് ആയിട്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. He did not descend from heaven. അദ്ദേഹം ഒരിക്കലും എവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആളല്ല, യെസ്, ഇറക്കുമതി ചെയ്തിട്ടുള്ള ആളല്ല എന്നുള്ളതാണ്. ബട്ട് emerged from among the common people. അദ്ദേഹം വന്നിട്ടുള്ളത് എവിടുന്നാണ്, കോമൺ പീപ്പിൾ, സാധാരണക്കാർക്കിടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്നുള്ളതാണ്. ആൻഡ് സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്, അതായത് നമ്മുടെ കോമൺ പീപ്പിളിന്റെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന, അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന, അവരുടെ ഇഷ്യൂസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ആര്, നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാല്. ഓക്കെ, സോ ഇനി നമ്മൾ പറയുന്നത് എന്താണ്, അപ്പൊ മഹാത്മാഗാന്ധി വന്നു എങ്ങോട്ട്, ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്നല്ലേ. അപ്പൊ ഇനി അദ്ദേഹം എന്താണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇന്ത്യൻ പീപ്പിളിനെ എന്താണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, so we are now discussing about Gandhiji's teachings. Okay, അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത് എന്നുള്ള. സോ നോക്ക്, the essence of his teaching was fearlessness and truth. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ടീച്ചിങ്ങിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അദ്ദേഹം എന്തിനാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്, ഫിയർലെസ്നെസ്, അഥവാ ഭയമില്ലായ്മ അല്ലെ. ഭയം ഉണ്ടാവാൻ പാടുണ്ടോ, പേടി ഉണ്ടാവാൻ പാടോ, ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, ട്രൂത്ത്, സത്യസന്ധത വേണം എന്നുള്ളതാണ് അല്ലെ. ആൻഡ് ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. അതായത് അദ്ദേഹം എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്, എല്ലാ ആളുകളുടെയും അല്ലെ, കോമൺ പീപ്പിളിന്റെ, ജനങ്ങളുടെയൊക്കെ വെൽഫെയർ വേണം എന്നുള്ളതാണ്. അവരുടെയൊക്കെ സാധാരണക്കാരുടെ ക്ഷേമവും ഒക്കെ ആയിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സോ ദ ഡോമിനന്റ് ഇമോഷൻ ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ഫിയർ ആൻഡ് ഗാന്ധി ടോട്ട് us to raise our voice against it. അതായത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്ത്യൻ പീപ്പിളിന് അവരോട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഫിയർ ആണ്, നമ്മുടെ പേടിയാണ് എന്നുള്ള. സോ ഗാന്ധി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെടാ, ഗാന്ധി ടോട്ട് us to raise our voice against it അല്ലെ. ഗാന്ധി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അവർക്കെതിരെയായിട്ട് നമ്മുടെ വോയിസ് നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. വിത്ത് ഫിയർ കംസ് ഫാൾസ്ഹുഡ്, സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. അതായത് നമ്മൾ എന്തിനാണ് ശരിക്കും പേടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെ, പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല, ഫാൾസ്ഹുഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തെറ്റ് ചെയ്തവനെ ഭയക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. സോ സത്യം മാത്രം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ആള് പേടിക്കണ്ട അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗാന്ധി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. സത്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല എന്നുള്ള, ഭയം ഇല്ലാതെ ഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ട് ബ്രേവ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. സോ the Indian people did not become much more truthful than they were. അതായത് or change overnight, but there was still a psychological change. അഥവാ ഇന്ത്യൻ പീപ്പിളിന് ഒരുപാട് എന്ത് ചെയ്തിട്ടില്ല, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. യെസ്, പക്ഷേ അവരുടെ മനസ്സിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ ആർക്ക് പറ്റി എന്നുള്ളതാണ്, നമ്മുടെ മഹാത്മാഗാന്ധിക്ക് പറ്റി എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, there was a psychological reaction to a feeling of shame at our long submission to a foreign rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequence might be. അഥവാ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യൻ ജനങ്ങൾക്ക് അവരുടെ മനസ്സിലല്ലേ ഈ ഗാന്ധിയുടെ ടീച്ചിങ്സോട് കൂടിയിട്ട്
ചെറിയ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദേ ഫെൽറ്റ് അഷേം. അവർക്ക് ചെറുതായിട്ട് ഒരു ലജ്ജ അവരുടെ ഉള്ളിൽ അല്ലെ, ഇന്ത്യൻ പീപ്പിളുടെ ഉള്ളിൽ തോന്നി തുടങ്ങി. കാരണം എന്തുകൊണ്ടാണ്? വർഷങ്ങളായിട്ടല്ലേ, യെസ്, അറ്റ് അവർ ലോങ് സബ്മിഷൻ എന്നാ പറഞ്ഞത്, ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ എല്ലാ കാര്യവും ഈ ഒരു ഫോറിൻ റൂളേഴ്സിന്റെ അണ്ടറിൽ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ, നമ്മുടെ ഫുൾ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവർക്ക് ഇങ്ങനെ അടിമപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്, ലൈക്ക് എ സ്ലേവ് എന്നുള്ളതാണ്. സോ ടു എ ഫോറിൻ റൂൾ ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ്, ഈ ഒരു ഫോറിൻ റൂള് എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ എന്നുള്ളത് അല്ലെ, നമ്മളെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഹ്യൂമിലിയേറ്റഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ, അപമാനിക്കപ്പെട്ടവരായിട്ടൊക്കെ ആക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ഫോറിൻ റൂളേഴ്സിന്റെ അണ്ടറിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. സോ അതിന്റെ ഒരു ഷെയിം, അതിന്റെ ഒരു ലജ്ജ ആരുടെ ഉള്ളിൽ തോന്നി തുടങ്ങി എന്നുള്ളതാണ്, ഇന്ത്യൻ ജനങ്ങളുടെ ഉള്ളിൽ തോന്നി തുടങ്ങി എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി കോൺസിക്വൻസസ് എന്തായിക്കോട്ടെ അല്ലെ, എന്തായിക്കോട്ടെ, അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ എന്തായാലും ഇനി ഈ ഫോറിൻ റൂളേഴ്സിന്റെ അണ്ടറിൽ നിൽക്കൂല എന്നുള്ള ആ ഒരു തോട്ട് ആരുടെ മനസ്സിൽ വന്ന് തുടങ്ങി എന്നുള്ളതാണ്, നമ്മുടെ ഇന്ത്യൻ പീപ്പിളിന്റെ മനസ്സിൽ വന്ന് തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, സോ there was no person as truthful as ഗാന്ധി. ഗാന്ധിനെ പോലെയുള്ള ഒരു സത്യസന്ധനായിട്ടുള്ള മനുഷ്യനില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഗാന്ധി ഇൻഫ്ലുവൻസ് മില്യൻസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ. ഗാന്ധി ഒരുപാട് ആളുകളെ അല്ലെ, മില്യൻസ് ഓഫ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളതാണ്. സോ ഹിസ് കോൾ ഓഫ് ആക്ഷൻ ഹാഡ് ടു ആസ്പെക്ട്. ഹിസ് കോൾ ഓഫ് ആക്ഷൻ ഹാഡ് ടു ആസ്പെക്ട് എന്നുള്ള, അഥവാ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ശരിക്കും രണ്ട് വശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നെന്താണ്, വൺ വാസ് ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വിദേശ ഭരണാധികാരികൾ അല്ലെ, ഈ വിദേശ ഫോറിൻ റൂളിനെ നമ്മൾ എന്ത് ചെയ്യണം, ചാലഞ്ച്, അവരെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, അവരൊക്കെ നമ്മൾ തടയണം എന്നുള്ളതാണ് അല്ലെ. മഹാത്മാഗാന്ധിന്റെ ഈ ഒരു ആക്ഷൻ ഒരു വശം അതായിരുന്നു, ഈ ഫോറിൻ റൂളേഴ്സിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. എന്നാൽ അത് വാസ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ എവിൽസ്. അഥവാ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരുപാട് സോഷ്യൽ എവിൽസ് ഉണ്ട് അല്ലെ, സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് തിന്മകളുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം, ഇല്ലാണ്ടാക്കുകയൊക്കെ വേണം അല്ലെ, അതിനെ കുറക്കണം എന്നുള്ളതാണ്, അതിനെ റെസിസ്റ്റ് ചെയ്യണം, അതിനെ നമ്മൾ തടയണം. അപ്പൊ ഇതൊക്കെ ചാലഞ്ചിങ് ആയിരുന്നു ഗാന്ധിജിക്ക് എന്നുള്ളതാണ്. സോ അപ്പാർട്ട് ഫ്രം ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ്, അതായത് കോൺഗ്രസിന്റെ ബേസിക് ഒബ്ജക്റ്റീവിൽ നിന്ന് മാറിയിട്ട് എന്തൊക്കെ കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. യെസ്, നോർമൽ ആയിട്ട് നമ്മുടെ ഈ ഒരു കോൺഗ്രസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മുടെ ഇന്ത്യയുടെ ഫ്രീഡം അല്ലെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലായിരുന്നു, അവരെന്തും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. യെസ്, എന്തൊക്കെയാണ്, ദ മൈനോറിറ്റി പ്രോബ്ലംസ്, അഥവാ ന്യൂനപക്ഷത്തിന്റെ പ്രോബ്ലംസ് അല്ലെ, അവരുടെ പ്രശ്നങ്ങൾ. അപ്പൊ അതെന്ത് ചെയ്യണം, അത് നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ റൈസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസസ്, അഥവാ അടിച്ചമർത്തപ്പെട്ട ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ട് അല്ലെ, അപ്പൊ അവരെയും ഉയർത്തിക്കൊണ്ടുവരണം അല്ലെ, അവരെയും റൈസ് ചെയ്ത് കൊണ്ടുവരണം. ആൻഡ് അതേപോലെ തന്നെ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, അഥവാ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന അൺടച്ചബിലിറ്റീസ്, അഥവാ തൊട്ടുകൂടായ്മ ഒക്കെ ഉണ്ട് അല്ലെ, ഒരുപാട് കാസ്റ്റുകൾ തമ്മിൽ, അപ്പർ കാസ്റ്റ് അതേപോലെ തന്നെ ലോവർ കാസ്റ്റ്, ഇവർ തമ്മിലുള്ള നിലനിന്നിട്ടുണ്ടായിരുന്ന അൺടച്ചബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താവണം, ഇതൊക്കെ ഇല്ലാണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ കോൺഗ്രസിന്റെ ഒക്കെ ഒരു ഗോൾ ആയിരുന്നു, അവർ ഇതൊക്കെ അതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, സോ എന്നിട്ട് എന്തായി, ഗാന്ധിസ് മെത്തേഡ്സ് ടു ഫൈറ്റ് ദ ബ്രിട്ടീഷ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ബ്രിട്ടീഷിനെ അല്ലെ, ബ്രിട്ടീഷുകാരെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ നോക്ക്, റിയലൈസിംഗ് ദാറ്റ് ദ മെയിൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വർ ഫിയർ, prestige, the cooperation of the people, and certain classes who benefited from British rule, Gandhi attacked these. Titles were to be given up, new standards and values were set up, rich men anxious to flaunt their riches adopted similar ways. അഥവാ ഗാന്ധിജി മനസ്സിലാക്കിയിട്ടുണ്ട്, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ റൂൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീപ്പിളിന്റെ ഫിയർ ആയിരുന്നു അല്ലെ. അപ്പൊ ആ ഫിയർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെഡി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ അല്ലെ, ഈ ബ്രിട്ടീഷ് റൂളിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഗാന്ധിക്ക് ഈ ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ ഒരു ന്യൂ സെറ്റപ്പിനെ ശരിക്കും ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്, ഒരു ലെവൽ ഓഫ് തോട്ട് തന്നെ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ കോമൺ പീപ്പിളിന്റെ ഇടയിൽ അല്ലെ. സോ അതുകൊണ്ട് തന്നെ നോക്ക്, ന്യൂ സ്റ്റാൻഡേർഡ് ആൻഡ് വാല്യൂസ് വേർ സെറ്റപ്പ് അല്ലെ, ഇന്ത്യൻ പീപ്പിളിന്റെ ഇടയിൽ തന്നെ ആ ഒരു ന്യൂ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. സോ റിച്ച് മാൻ ആൻഷ്യസ് ടു ഫ്ലോണ്ട് ദെയർ റിച്ചസ്
അഡോപ്റ്റഡ് സിംപ്ലർ വേസ്. റിച്ച് മാൻ ഒക്കെ ഒരുപാട് എന്താണ് ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു സിംപ്ലർ ആയിട്ടുള്ള വേ അഡോപ്റ്റ് ചെയ്തു ലിവ് ചെയ്യാൻ എന്നുള്ള. സോ ഹി സെൻഡ് ദ കോൺഗ്രസ് ലീഡേഴ്സ് ടു ദ വില്ലേജസ്. എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെ നമ്മുടെ ഗ്രാമങ്ങളിലേക്കൊക്കെ അദ്ദേഹം അയച്ചു എന്നുള്ളതാണ്. peasants began to take active part in the freedom struggle. അങ്ങനെ ക്രമേണ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നടാ peasants ഒക്കെ അല്ലെ ഫാമേഴ്സ് ആയിട്ടുള്ള അഗ്രികൾച്ചർ വർക്കേഴ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവരൊക്കെ പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, സോ ദ കോൺഗ്രസ് ലീഡേഴ്സ് saw the villages in his mud hut, always hungry, and learned more about Indian economics than they did from books. അഥവാ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഈ കോൺഗ്രസ് ലീഡേഴ്സ് വില്ലേജിലൊക്കെ പോയ സമയത്ത് ഇവർ കാണുന്നുണ്ടാണ് ഹട്ടുകളിലൊക്കെ അല്ലെ ചെറിയ ഇങ്ങനെയുള്ള കൂരകളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ഹംഗ്രി ആയിട്ടുള്ള വിശന്നിരിക്കുന്ന കോമൺ പീപ്പിൾ ഇവർ കണ്ടിട്ടുണ്ട്. ആൻഡ് അങ്ങനെയുള്ള ആ ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ട് അല്ലെ അവരിങ്ങനെ പോകുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടുന്നത് ഈ കോൺഗ്രസ് ലീഡേഴ്സിനൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ അവരെന്താ പഠിക്കുന്നത് എന്നുള്ള പറഞ്ഞത്, എന്താണോ അവര് ബുക്കുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക്സ് അതിനേക്കാൾ നന്നായിട്ട് അവർ ഇന്ത്യൻ എക്കണോമിക്സിനെ പറ്റിയിട്ട് അവര് റിയലൈസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് ഗാന്ധി വാണ്ടഡ് to build an India in which the poorest would feel that it was their country. ഇപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, ഗാന്ധിക്ക് ആവശ്യം അല്ലെ ഗാന്ധിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എങ്ങനെയുള്ള ഒരു ഇന്ത്യനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ പാവപ്പെട്ട ആളുകൾക്കും അല്ലെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള പീപ്പിളിന് വരെ ഇത് എന്റെ ഇന്ത്യ ആണ് എന്നുള്ള ആ ഒരു ഫീലിങ്സ് വരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്ത്യനെ മേക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ നീഡ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഗാന്ധി വാണ്ടഡ് ടു ബിൽഡ് an India and which the poorest would feel that it was their country, in whose making they would have an effective voice, and in an India in which there would be no high class and low class of people, an India in which all communities would live in perfect harmony. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഗാന്ധിജിക്ക് എങ്ങനെയുള്ള ഇന്ത്യ മേക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അല്ലേ നോ ഹൈ ക്ലാസ് അല്ലെങ്കിൽ നോ ലോ ക്ലാസ്, അഥവാ ഈ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാത്ത അല്ലെ ഇത്തരത്തിലുള്ള ക്ലാസ് വിവേചനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇന്ത്യ ആയിരുന്നു ഗാന്ധിജിന്റെ ആവശ്യം എന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റീസും എല്ലാ വിഭാഗങ്ങളും ഒരു പെർഫെക്റ്റ് ഹാർമണിയോട് കൂടിയിട്ട് ഒരു തികഞ്ഞ സാഹോദര്യത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു ഇന്ത്യ ആയിരുന്നു നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നേ എന്നുള്ളതാണ്. there would be no untouchability, അവിടെ ഉണ്ടാവാൻ പാടില്ല, തൊട്ടുകൂടായ്മ ഒന്നും ഇല്ലാതിരിക്കാം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ and it would be free from intoxicating drinks and drugs, അവിടെ എന്തുണ്ടാവാൻ പാടില്ലടാ, ഡ്രിങ്ക്സും ഡ്രഗ്സും അഥവാ ലഹരികളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അല്ലെ. and women would enjoy the same right as men, സ്ത്രീകൾക്ക് എന്താവണം, എങ്ങനെയാണോ മെന്നിന് അല്ലെ ആ പുരുഷന്മാർക്ക് അവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് ഈക്വൽ ഫ്രീഡം ആർക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ വിമന് ഉണ്ടാവണം എന്നുള്ള. ഓക്കെ, സോ ദിസ് വാസ് ദ ഇന്ത്യ ഓഫ് ഗാന്ധിസ് ഡ്രീംസ്. അപ്പോ ഗാന്ധിജി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുള്ള എന്തിനാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ്. അഥവാ ഈ ചാപ്റ്ററിന് എസ്സേ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം ഈ ഗാന്ധിജി സ്വപ്നം കണ്ടിട്ടുള്ള ഇന്ത്യ എന്താണ് അല്ലെ. അങ്ങനെ ഒരു കാര്യമൊക്കെ നമുക്ക് എസ്സേയിൽ നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കണം. ഗാന്ധി സ്വപ്നം കണ്ടിട്ടുള്ള ഇന്ത്യ എന്തിനെ പറ്റിയിട്ടൊക്കെയാണ് എന്നുള്ളത് അല്ലെ. അവിടെ ഡ്രഗ്സ് ഉണ്ടാവാൻ പാടില്ല, അവിടെ ഡ്രിങ്ക്സ് ഉണ്ടാവാൻ പാടില്ല, അവിടെ അൺടച്ചബിലിറ്റി ഉണ്ടാവാൻ പാടില്ല, അവിടെ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാ കമ്മ്യൂണിറ്റീസ് അല്ലെ ഓൾ കമ്മ്യൂണിറ്റീസ് ഷുഡ് ബി ലിവ്ഡ് ഇൻ പെർഫെക്റ്റ് ഹാർമണി, എല്ലാവരും ഭയങ്കരമായിട്ടൊരു പെർഫെക്റ്റ് ഹാർമണിയിൽ തന്നെ ജീവിച്ചിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, സോ എന്താണ് ഇന്ത്യൻ കൾച്ചർ അക്കോർഡിംഗ് ടു ഗാന്ധി is neither Hindu, Islamic nor any other fully. It is a fusion of all. അപ്പോൾ ഗാന്ധിജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ അല്ലെ. ഇവിടെ എല്ലാ പീപ്പിളും എക്സിസ്റ്റ് ആവണം എന്നുള്ളതാണ്, എല്ലാ റിലീജിയനിലുള്ള ആളുകളും ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. സോ ഹി വാണ്ടഡ് all religions to coexist peacefully in India. അപ്പോൾ ഗാന്ധി എന്താണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, എല്ലാ റിലീജിയനും ഭയങ്കര പീസ്ഫുൾ ആയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ലീവ് ചെയ്യണം എന്നുള്ളത്. such a confident man standing for equality and freedom fascinated the mass of India and attracted them like a magnet. അപ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞ ആളല്ലേ എന്തിന്റെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് ശരിക്കും ഇവിടെ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. he stand for equality അല്ലെ, എല്ലാവരും ഈക്വൽ ആവണം എന്നുള്ള അല്ലെ, എല്ലാവർക്കും ഈക്വൽ
ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ളതൊക്കെ, അതേപോലെ തന്നെ ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് വരെ അത്രയും നമ്മളെ ഒരു ഫ്രീഡം സ്ട്രഗിൾ തന്നെ നയിച്ചിട്ടുള്ള ഒരു ലീഡറാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ. സോ അദ്ദേഹത്തിന് ഇത്രയും ഈ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും അദ്ദേഹത്തിലേക്ക് ഒരു മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നത് പോലെ അട്രാക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സോ ഹി ഗേവ് ദം എ ഹോപ്പ് ഓഫ് ബ്രൈറ്റ് ഫ്യൂച്ചർ. അതാ ഈ ഒരു നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് അല്ലേ വലിയ നല്ല ഒരു എന്താണ് തിളങ്ങുന്ന ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ, ഒരു ഭാവി ഉണ്ട് എന്നുള്ള ഹോപ്പ് പ്രതീക്ഷ കൊടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ. Thus, അങ്ങനെ he effected a huge psychological revolution not only among those who followed his lead but also among his opponents and the neutrals who could not make up their minds about what to think and what to do. അഥവാ ഇവിടെ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, ഗാന്ധിജി നമ്മുടെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എന്നല്ല. ഓക്കെ, ഗാന്ധിയുടെ ഒപ്പോണൻസ് ആയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഗാന്ധിജി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്താ പറയാ, നമ്മളിപ്പോ ഇത്രയും നേരം ഗാന്ധിജി എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്നിട്ടുള്ളത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ മെത്തേഡ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. സോ ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ നോക്കൂ. മഹാത്മാ ഗാന്ധി, the father of our nation, was indeed a great man. He understood the ways in which the British were weakening India and its people and used his intelligence and values to fight them. അപ്പൊ മഹാത്മാ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ എന്താ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ, എന്താണ് ബ്രിട്ടീഷുകാര് അവരുടെ ആ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ആ റൂളിനുള്ള കാരണം എന്നുള്ളത്, ആ ഒരു പ്രോബ്ലം ആര് ഫൈൻഡ് ചെയ്തു എന്നുള്ളതാണ് ഗാന്ധിജി ഫൈൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യൻ കോമൺ പീപ്പിൾ അല്ലെ, ഇന്ത്യൻ പീപ്പിളിന്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, എന്തൊക്കെ അവരെ ടീച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഈ ഒരു മാസിനെ തന്നെ ഗാന്ധിജി അറോസ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ള അല്ലെ. ഹി ഗേവ് ദം എ ഹോപ്പ് എന്നുള്ളതാണ്, ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ, ഒരു നല്ല ഫ്യൂച്ചറുള്ള ആ ഒരു ഹോപ്പ് തന്നെ നമ്മുടെ ഗാന്ധിജി കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ആ ഇന്റലിജൻസ്, ആ വാല്യൂസ് ഒക്കെ ഈ ഒരു ഫോറിൻ റൂളേഴ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്നുള്ള. ഹി ഗേവ് hope to a despairing nation and led it towards its freedom. അല്ലെ, പ്രതീക്ഷയില്ലാത്ത ഒരു രാഷ്ട്രത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അല്ലെ ഈ ഒരു അതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു മഹാനാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലടാ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, ഹൗ ഡിഡ് ഗാന്ധി എൻലൈറ്റൻ ദ ഫ്രീഡം ഫൈറ്റേഴ്സ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാം അല്ലെ, അദ്ദേഹം ആ ഒരു ഫിയർ ആണ് അതിന്റെ പ്രശ്നം ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ നമ്മുടെ വോയിസ് ഒക്കെ റേസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബ്രിട്ടീഷ് റൂളിനെതിരെ നമ്മുടെ വോയിസ് റേസ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലെടുത്ത് എഴുതാം. സോ അടുത്തെന്താണ്, വാട്ട് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ഡിഡ് ഗാന്ധിജി ടേക്ക്, ഗാന്ധിജി എങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ആയിരുന്നു ഗാന്ധിജി ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള അല്ലെ. അദ്ദേഹം ഒരു കോമൺ പീപ്പിളിന്റെ ഇടയിൽ കോമൺ പീപ്പിളിന്റെ ആ ഒരു വേർഡ്സും ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് ലീഡേഴ്സിനൊക്കെ എവിടെയൊക്കെ അദ്ദേഹം സെൻഡ് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് അവരെന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യ, അതൊക്കെ നമുക്ക് ഇതിൽ എടുത്ത് എഴുതാം കേട്ടോ. വാട്ട് വാസ് ദ എഫക്ട് ഓഫ് ഹിസ് ലീഡർഷിപ്പ്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡർഷിപ്പിന്റെ എഫക്ട്, നമുക്ക് എന്തൊക്കെ പറയാടാ, ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള റെവല്യൂഷൻ അദ്ദേഹം കൊണ്ടുവന്നില്ലേ. യെസ്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. ഇതൊരൊറ്റ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടിയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്താണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ നോക്ക്, ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നുണ്ടായിരുന്നത്, ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് അല്ലെ. യെസ്, ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സിസ്റ്റർ ആൻഡ് എ ബ്രദർ, ഒരു ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ വി ക്യാൻ സീ ദ ലവ് ഓഫ് എ പെർഫെക്റ്റ് മദർ, ഒരു മദറിന്റെ അല്ലെ അവരുടെ പെർഫെക്റ്റ് ലവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള. സോ ഇവിടെ നോക്ക്, ദ ബോണ്ട്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്, മനുഷ്യന്മാര് തമ്മിലുള്ള അല്ലെ മനുഷ്യ ബന്ധങ്ങളുടെ ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ദേ ആർ സോ കോംപ്ലക്സ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ആസ് ഫോർ ടു എക്സ്പ്ലെയിൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് എന്താണ് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. യാ, വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഹാവ് എ സൂത്തിങ് എഫക്ട് ആൻഡ് ദേ സിമെന്റ് ദ ബോണ്ട്സ് ഓഫ് റിലേഷൻഷിപ്പ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, വേർഡ്സിനും ഡീഡ്സിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ്
സ്ട്രോങ് ആക്കാനുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ്. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് ഇമ്പാക്ട് ഓഫ് വേർഡ്സ്. അപ്പോ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിന് വലിയ ഒരു പവർ ഉണ്ട് എന്നുള്ളതൊക്കെ. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറിയിൽ എന്തിനെ പറ്റിയിട്ടാണ് അബൌട്ട് ദി ഇമ്പാക്ട് ഓഫ് വേർഡ്സ്. വാക്കുകൾക്ക് എത്രത്തോളം ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി അല്ലെ, ഈ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. സോ ആ സ്റ്റോറി എന്തിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാടാ? ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. അത് ആ പ്രതീക്ഷയുടെ വിശ്വാസത്തിന്റെ ഒക്കെ ഒരു സ്റ്റോറിയാണ് ശരിക്കും അല്ലെ, അതൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആൻഡ് ജോയ്സ് ആൻഡ് സോറോ, അഥവാ നമ്മുടെ സന്തോഷം അതേപോലെ തന്നെ നമ്മുടെ ദുഃഖത്തെ ഒക്കെ കാണിക്കുന്ന സ്റ്റോറിയാണ്. ആൻഡ് എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റീസ്, നമ്മുടെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. യെസ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, എന്നാൽ യാഥാർത്ഥ്യങ്ങളായിട്ടുള്ള റിയാലിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ ഒരു സ്റ്റോറി എന്നുള്ള. സോ ഇറ്റ്സ് an interesting story about a girl named Maggie and her mother Mrs. Clifford who had a poor family background in London. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഈ സ്റ്റോറിയിലെ ഏറ്റവും മാച്ചർ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? മാഗിയാണ് അല്ലെ. മാഗിയുടെ മദർ ആരാണ്? മിസ്സിസ് ക്ലിഫോർഡ് ആണ്. സോ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഭയങ്കര കുറച്ച് പുവർ ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് അവർക്ക് എന്നുള്ളതാണ്. അവർ എവിടെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? ലണ്ടനിലാണ് അല്ലെ. യാ, സോ ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി ഈസ് മാഗി. നമ്മുടെ മെയിൻ ക്യാരക്ടർ ആരാണ്? നമ്മുടെ ഹീറോ ആരാണ്? യെസ്, പ്രൊട്ടാഗണിസ്റ്റ് ആരാണ് എന്നുള്ളതാണ്? മാഗിയാണ്. സോ മിസ്റ്റർ ഗുപ്ത വാസ് എൻ ഇന്ത്യൻ വർക്കിംഗ് ഇൻ ലണ്ടൻ. അങ്ങനെ ഇതിലെ രണ്ടാമത്തെ മേജർ ക്യാരക്ടർ ആണ് ആര്? നമ്മുടെ മിസ്റ്റർ ഗുപ്ത. അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അദ്ദേഹം ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണ് എന്നുള്ളതാണ്. സോ വൺ ഡേ മിസ്റ്റർ ഗുപ്ത മെറ്റ് മാഗി അറ്റ് എ റെസ്റ്റോറന്റ്. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു? നമ്മുടെ മാഗിനെ ഈ ഗുപ്ത മീറ്റ് ചെയ്യാണ് അല്ലെ. ഫ്രം എവിടെ വെച്ചിട്ടാണ്? യാ, ഒരു റെസ്റ്റോറന്റ് വെച്ചിട്ടാണ്. സോ ഷീ വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. അവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് അവൾ വർക്ക് ചെയ്യാണ് അല്ലെ. യാ, she was not satisfied with her job. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ എന്തായിരുന്നില്ല, അവൾ ആ ഒരു ജോബ് ഒന്നായിട്ട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള. ബിക്കോസ് ഇറ്റ് വാസ് മെക്കാനിക്കൽ. അതെന്താണ്, കുറച്ച് മെക്കാനിക്കൽ ആയിട്ടുള്ള ജോബ് അല്ലേ ഈ ടൈപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാല്. മാഗി ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യ വാസ് എ കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. അപ്പോൾ ഈ മാഗിനെ സംബന്ധിച്ചിടത്തോളം മാഗി എന്താ വിചാരിച്ചത്? ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്ത് ഫുള്ള് കുറെ പനിയും അതേപോലെ തന്നെ ടൈഗറും സ്നേക്കും ഒക്കെയുള്ള ഒരുപാട് ഫോറസ്റ്റ് ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ്. സോ നോക്ക്, her brother Frank was a soldier in India and there was no news from him. അപ്പോ ഇവളുടെ ബ്രദർ ആയിട്ടുള്ള ഫ്രാങ്ക് ശരിക്കും എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്? ഇന്ത്യയിലാണ് അല്ലെ. ഇന്ത്യയിൽ സോൾജർ ആയിട്ട് വർക്ക് ചെയ്യാം. സോ ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരുപാട് കാലങ്ങളായിട്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇവനെ പറ്റിയിട്ട് ഒരു ന്യൂസ് ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ള അല്ലെ, ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. സോ ഷി വാണ്ടഡ് ടു നോ അബൌട്ട് ഹർ ബ്രദർ. അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണം? ഈ ഒരു ബ്രദറിനെ പറ്റിയിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. Maggie requested Gupta to look into the crystal ring and say if her brother Frank was alive. അങ്ങനെ മാഗി എന്ന് പറയുന്നുണ്ട്, ഈ മിസ്റ്റർ ഗുപ്തനോട് പറയുന്നുണ്ട് അല്ലെ, ആ ഒരു തന്റെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റൽ റിംഗിൽ നോക്കിയിട്ട് തന്റെ ബ്രദർ ആയിട്ടുള്ള ഫ്രാങ്ക് അലൈവ് ആണോ അല്ലെ, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് പറയാൻ വേണ്ടി പറയും. മിസ്റ്റർ ഗുപ്ത looked into the ring and told a lie that Frank was alive. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കഥയില്? മിസ്റ്റർ ഗുപ്ത അല്ലെ കുറെ കഴിഞ്ഞ സമയത്ത്, ആദ്യമൊന്നും മിസ്റ്റർ ഗുപ്ത സമ്മതിക്കുന്നില്ല, കുറെ കഴിഞ്ഞ സമയത്ത് പിന്നെ എന്താണ്, വീണ്ടും ഇവള് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ജസ്റ്റ് ആ ക്രിസ്റ്റൽ റിംഗിൽ നോക്കിയിട്ട് അമ്മേനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയും. സോ അതുകൊണ്ട് എന്താ പറയുന്നത് ഇവന്? ഫ്രാങ്ക് അലൈവ് ആണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് അല്ലെ. സോ ദ ലൈ ഹെൽപ്ഡ് ടു സേവ് ദ ലൈഫ് ഓഫ് മിസ്സിസ് ക്ലിഫോർഡ്. അപ്പോ അവൻ പറഞ്ഞിട്ടുള്ള ആ ലൈ, ആ ഒരു കളവ് ശരിക്കും എന്തിനു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്? യെസ്, അവളുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള. സോ മിസ്റ്റർ ഗുപ്ത വാസ് ഷോക്ക്ഡ് ടു ലേൺ ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മിസ്റ്റർ ഗുപ്ത മനസ്സിലാക്കുന്നുണ്ട്. എന്താ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? ഈ ഫ്രാങ്ക് അല്ലെ ഒരു വാറിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളത്. സോ ആ ഒരു കാര്യം ശരിക്കും കേട്ടത് മിസ്റ്റർ ഗുപ്തക്ക് ഭയങ്കര ഷോക്കായി. കാരണം കുറച്ചു മുന്നേ ആണ് ഇവന് ഈ ഫ്രാങ്ക് അലൈവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോപ്പ് കൊടുത്തില്ല ഈ ഒരു മദറിന്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത് ഇവന് ഭയങ്കരമായിട്ട് ഷോക്കായി. മാഗി വിസിറ്റഡ് മിസ്റ്റർ ഗുപ്ത ബിഫോർ ഹി ലെഫ്റ്റ് ഫോർ ഇന്ത്യ. അങ്ങനെ ഈ ഗുപ്ത പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് ഈ മാഗി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മിസ്റ്റർ ഗുപ്തനെ കാണാൻ വരുന്നുണ്ട് എന്നുള്ള. She gave a shilling to buy flowers and to place it on the grave of her brother. അങ്ങനെ അവൾ എന്ത് ചെയ്തു? കുറച്ച് ഷില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് പറയാണ് തന്റെ ബ്രദറിന് വേണ്ടിച്ചല്ലേ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് അവന്റെ ഗ്രേവിൽ കൊണ്ടുപോയി വെക്കണം എന്ന് പറയാണ്. മിസ്റ്റർ ഗുപ്ത റിസീവ്ഡ് ദി ഷില്ലിംഗ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു?
മിസ്റ്റർ ഗുപ്ത ഈ ഒരു ഷില്ലിങ് റിസീവ് ചെയ്തു എന്നുള്ളതാണ്. ഇറ്റ് ഗിവ് ഹർ ജോയ് ബിയോണ്ട് ഓൾ പ്രൈസ്. അതാ എല്ലാ അല്ലെ ആ പ്രൈസിനേക്കാളൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ജോയ് കൊടുത്തു, ഒരു സന്തോഷം കൊടുത്തിട്ടുണ്ട് അത് മാഗിക്ക് എന്നുള്ള. കാരണം മാഗിനെ സംബന്ധിച്ചിടത്തോളം മാഗി എന്താണ്, ഷീസ് എ ലിറ്റിൽ ഗേൾ അല്ലെ, അവൾ ഭയങ്കരമായിട്ടുള്ള ലിറ്റിൽ ഗേൾ ആണ് എന്നുള്ളതാണ്. ബട്ട് ഷീസ് ഏർണിങ്, അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് പറ്റുന്ന പോലെ അവൾ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ള. സോ ആ ഏൺ ചെയ്തിട്ടുള്ള ആ ഒരു ഷില്ലിംഗ് ആണ് അവൾ അവളുടെ ബ്രദറിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഷീ ഈസ് ഹാപ്പി അല്ലെ, അവൾ ഭയങ്കര സന്തോഷമായിരുന്നു എന്നുള്ളതാണ്. ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി ഓഫ് miraculous bond of human relationship cemented in hope and faith. അഥവാ ഇവിടെ നമ്മുടെ ഈ സ്റ്റോറി എങ്ങനെയുള്ള സ്റ്റോറിയാണെന്ന് നമുക്ക് പറയാം. ശരിക്കും ഇവിടെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കുന്നുണ്ട്. എന്ത്, അവരുടെ ആ ഒരു ഹോപ്പും അവരുടെ ആ ഫെയ്ത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, അവരുടെ വിശ്വാസവും ഒക്കെ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇതിന്റെ തീമാണ്. കാരണം ഈ സ്റ്റോറി ഏകദേശം ഇത്രയേ ഉള്ളൂ അല്ലെ, ഇത്രയേ ഉള്ളൂ അതിൽ ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. കാരണം ഷില്ലിങ് കൊടുക്കുന്നു, ആ ഷില്ലിങ് ഗുപ്ത സ്വീകരിക്കുന്നു, ഗുപ്ത തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നു എന്നതാണ്. സോ ഇവിടെ അപ്പൊ എന്താണ് ശരിക്കും ഈ ഒരു സ്റ്റോറിയിൽ തീമായിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എമ്പതി ഒരു തീമാണ്. കാരണം എന്തൊക്കെ പറയാം, ഇതില് എമ്പതി കാണിക്കുന്നുണ്ട് ആര്, മിസ്റ്റർ ഗുപ്ത. കാരണം മിസ്റ്റർ ഗുപ്തക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓ മാഗി പാവല്ലേ അങ്ങനെ വിചാരിച്ചിരുന്നാ മതിയേനു, കാരണം മാഗിന്റെ സ്റ്റോറി എല്ലാം കേട്ടപ്പോ. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല. അവന് പകരം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, he helped her a lot എന്നുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവളെ ഹെൽപ്പ് ചെയ്തു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എമ്പതി എന്ന് പറയാം. കാരണം അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ഷില്ലിങ് വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് അത് ഫ്ലവർ വാങ്ങിയിട്ട് അവന്റെ ബ്രദറിന്റെ അല്ലെ ആ ഒരു ഗ്രേവിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ എമ്പതി ഒരു തീമാണ്. ദെൻ അതേപോലെ തന്നെ സാക്രിഫൈസ് ഒരു തീമായിട്ട് നമുക്ക് പറയാം. കാരണം എന്താണ്, ഇതിൽ ആരൊക്കെ എവിടേക്ക് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, മാഗി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. മാഗി അത്രയും കാലം കഷ്ടപ്പെട്ട് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഷില്ലിങ് ആണ് ഈ ഒരു ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട്, തന്റെ ബ്രദറിന് ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട് മാഗി എടുത്തു കൊടുത്ത്. സോ അവിടെ നമുക്കൊരു സാക്രിഫൈസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് രണ്ടാമതായിട്ട് നമുക്ക് എവിടെ സാക്രിഫൈസ് കാണാൻ പറ്റുന്നുണ്ട്, അവളുടെ ബ്രദറിന്റെ കാര്യത്തിൽ അല്ലെ. യെസ്, മിസ്റ്റർ ഫ്രാങ്കിന്റെ കാര്യത്തില്, ബിക്കോസ് ഹി സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ ദ കൺട്രി എന്നുള്ള അല്ലെ, ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് തന്നെ അവന്റെ ജീവിതം തന്നെ ശരിക്കും സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ്. സോ അതും ഇതിലൊരു തീമാണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം, സ്പിരിച്വാലിറ്റി ഒരു തീമാണ്. കാരണം എന്തൊക്കെയാണ് ഇവിടെ തീമാൻ കാരണം അവരുടെ ആ ഒരു ഫെയ്ത്ത് ഉണ്ടാവും അല്ലെ. ആ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ആളുകള് ആ ഒരു ക്രിസ്റ്റൽ റിംഗിൽ നോക്കിയാല് അവർക്ക് അവൻ അലയുവാണോ അലയുവല്ലേ എന്ന് കാണാൻ പറ്റും. അതൊക്കെ എന്താണ്, അവരുടെ ജസ്റ്റ് എന്താണ്, അവരുടെ ഒരു ബിലീഫ് ആണ് എന്നുള്ളതാണ്, അവരുടെ ഒരു വിശ്വാസമാണ്. അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, സൂപ്പർസ്റ്റിഷൻ എന്നുള്ള രീതിയിലൊക്കെ പറയാം അല്ലെ, അന്ധവിശ്വാസം എന്നുള്ള രീതിയിലൊക്കെ പറയാം. സോ ഇവിടെ ശരിക്കും ആ ഒരു വിശ്വാസമൊക്കെ ശരിക്കും ഒരു തീമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നോക്ക് ഒപ്റ്റിമിസം, അഥവാ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. സോ ഇവിടെ ഒപ്റ്റിമിസം ഒരു തീമാവുന്ന എങ്ങനെയൊക്കെയാണ്, ഇവിടെ മാഗിനെ സംബന്ധിച്ചിടത്തോളം മാഗി എന്താണ്, മാഗിക്ക് അച്ഛനില്ല അല്ലെ, അച്ഛനില്ല. ആൻഡ് അവളുടെ ബ്രദർ ആയിട്ടുള്ള ഫ്രാങ്കും മരിച്ചുപോയി. പക്ഷെ ഇവർ രണ്ടുപേരും മരിച്ചിട്ടും പക്ഷെ എന്ത് ചെയ്യുന്നില്ല, മാഗി ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറാണോ, അല്ല അല്ലെ. ഷീ ഈസ് റെഡി ടു ലീഡ് ഹർ ലൈഫ് ഫോർവേഡ് എന്നുള്ള അല്ലെ. ഭയങ്കരമായിട്ട് തന്നെ അവൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് അവളുടെ ലൈഫ് വീണ്ടും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്, അവളുടെ അമ്മയെ ഹെൽപ്പ് ചെയ്തോടുകൂടി. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാം, ഇതിലെ ഒപ്റ്റിമിസത്തിന്റെ ആ ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം എന്നുള്ള. അതേപോലെ തന്നെ ഫ്രാങ്കിന്റെ കാര്യത്തിൽ, കാരണം ഫ്രാങ്ക് ഒരു സോൾജർ ആണ്. സോ അവനെ അറിയാം അല്ലെ, പട്ടാളക്കാരനാണ്. അപ്പൊ പട്ടാളക്കാരനാവുമ്പോ എന്ത് ചെയ്യും, ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, ചിലപ്പോൾ ലൈഫ് തന്നെ പോകും എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ എന്നാലും അവർ വീണ്ടും ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് അവർ വീണ്ടും അതിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ്. സോ നോക്ക് ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ദ ബോണ്ട്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, മനുഷ്യ ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. then അതേപോലെ തന്നെ റോൾ ഓഫ് ഹോപ്പ് ഫോർ ടുമാറോ, അതാ നല്ലൊരു നാളെയുടെ ആ ഒരു പ്രതീക്ഷ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. then അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ, എത്രത്തോളം വിശ്വാസവും അന്ധവിശ്വാസവും മനുഷ്യന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറിന്ന് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതണം, ആ ക്യാരക്ടറിന്റെ അപ്പിയറൻസ് എന്താണ് എന്നുള്ളത്, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ് അല്ലെ, ബാക്കിയുള്ള ആളുകളോട് എന്തൊക്കെയായിരുന്നു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം എന്നുള്ള. എന്താണ്, വാട്ട് ആർ ദ ട്രേറ്റ്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് ദ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ക്വാളിറ്റീസ് എന്താണ്, നന്മകൾ എന്താണ്, ട്രേറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒപ്പീനിയൻ അല്ലെ, ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒപ്പീനിയനും നമ്മൾ എഴുതുക എന്നുള്ള. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ആരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്, മാഗിയുടെ ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ ഗുപ്തയുടെ ചോദിക്കാറുണ്ട്, ദെൻ നമ്മുടെ മദർ ആയിട്ടുള്ള മിസസ് ക്ലിഫോർഡിന്റെ ഒക്കെ ചോദിക്കാറുണ്ട്.
ആൻഡ് ഇൻഫോർമൽ ലെറ്റർ ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട് എന്നുള്ള. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനെ പറ്റി. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 3 ആണ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 3 ആയിട്ടുള്ള ഡെത്ത് ലെവലർ എന്ന് പറഞ്ഞിട്ടുള്ള പോം ആണ് അല്ലെ. ജെയിംസ് ഷെയ്ൽ എഴുതിയിട്ടുള്ള ഈ ഒരു പോം ആണ്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പോകുന്നത് എന്നുള്ള. സോ ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് എന്താണതാ, ഡീഡ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്, അഥവാ എന്താണ് നമ്മുടെ പ്രവൃത്തികൾ ശരിക്കും വാക്കുകളെക്കാളും കൂടുതൽ എന്താണ് മോർ പവർഫുൾ ആണ് എന്നുള്ളതാണ്. സോ ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യും, ഓർമ്മിപ്പിക്കപ്പെടും എന്നുള്ള അല്ലെ, ഓർമ്മിക്കപ്പെടും. Here is a poem which tells us about the glory of deeds, അഥവാ നമ്മുടെ പ്രവൃത്തികളുടെ മഹത്വത്തെ പറ്റി പറയുന്ന ഒരു പോം ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്കൂ, ഇനി ഇതാരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ജെയിംസ് ഷേർലി ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രൊഫൈലാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഡെത്ത് ലെവലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോം എഴുതിയിട്ടുള്ളത് ആരായിരുന്നു, ജെയിംസ് ഷേർലി ആണ് അല്ലെ. സോ ഇവിടെ നമുക്കറിയാം ഡെത്ത് ലെവലർ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്ത് ടൈപ്പ് ഓഫ് സോങ് ആണ്, ഇറ്റ്സ് എ ഫ്യൂണറൽ സോങ് എന്നുള്ള, അഥവാ അതൊരു ചരമ ഗീതമാണ് എന്നുള്ളതാണ്. So, however, it appeals to the readers to think about human actions. The central idea of the poem is the vanity and the impermanence of earthly glory and power. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു പോം വായിക്കുന്നതോട് കൂടിയിട്ട് അല്ലെ മനുഷ്യന്മാർക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഹ്യൂമൻ ആക്ഷനെ പറ്റിയിട്ട് നമുക്കൊന്ന് ആലോചിക്കാനുള്ള ഒരു കാരണമാവുന്നു നമ്മുടെ ഈ പോം എന്നുള്ള. കാരണം ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, മരണത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ മരണത്തെ പറ്റി നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു റിമെമ്പർ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ള. സോ ഇവിടെ പറയുന്നത് ഇതിന്റെ സെൻട്രൽ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ശരിക്കും എന്താണ്, നമ്മുടെ ഭൂമിയിലുള്ള അല്ലെ ഏർത്ത്ലി ആയിട്ടുള്ള ഗ്ലോറി ഉണ്ടാവും, നമുക്ക് ഒരുപാട് മഹത്വങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നമ്മളുടെ അധികാരങ്ങളുണ്ട്, ഇതൊന്നും എന്തല്ല പെർമനന്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള. ഇതൊക്കെ പെട്ടെന്ന് തന്നെ വാനിഷ് ആവും, അല്ലെങ്കിൽ ഇംപെർമനന്റ് ആണ്, ഇത് പെട്ടെന്നൊക്കെ ഇല്ലാതാവും. അപ്പൊ അതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള. ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ ആൻഡ് കാരീസ് ഓഫ് ഓൾ അലൈക്ക്, ഡെത്തിന് എന്തില്ല, ദർ ഇസ് നോ എനി ഡിസ്ക്രിമിനേഷൻ അല്ലെ, ഒരു വിവേചനവും ഇല്ല എന്നുള്ള. ഡെത്ത് വിൽ ട്രീറ്റ് എവരി വൺ ഈക്വലി, എല്ലാവരെയും ഒരേപോലെ ആര് ട്രീറ്റ് ചെയ്യും, ഡെത്ത് ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ ഹൈ ആൻഡ് ലോ, റിച്ച് ആൻഡ് പൂർ, സ്ട്രോങ് ആൻഡ് വീക്ക്, അഥവാ പണമുള്ളവനും പണമില്ലാത്തവനല്ലേ, റിച്ച് ആയിട്ട് ആൾക്കാരും അല്ലെങ്കിൽ പൂർ ആയിട്ടുള്ള ആളുകളെയും എങ്ങനെ ആയിക്കോട്ടെ എല്ലാവരും ഈക്വൽ ആയിട്ട് ആര് ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്, ഡെത്ത് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൺലി ദ മെമ്മറി ഓഫ് the good deeds done during our lifetime that will remain forever. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്താണോ നല്ലത് ചെയ്തിട്ടുള്ളത് അല്ലെ അത് മാത്രമേ എന്നേക്കുമായിട്ട് ഓർമ്മിപ്പിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മുടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻസ ഫസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്, എക്സ്പ്ലനേഷൻ ആണ്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻസ 1ന്റെ എക്സ്പ്ലനേഷൻ ആണ്. സോ നോക്കൂ, the glories of our blood and state എന്ന് മുതൽ സേറ്റ് ആൻഡ് സ്പേഡ് എന്നിവരെയുള്ള ഈ ഒരു സ്റ്റാൻസന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. Okay, so ഇവിടെ എന്താ പറയുന്നത്, the poet says that glories such as nobility and royalty are merely shadows, they are not actual things. അഥവാ എന്താണ് അല്ലെ, നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നിഴല് പോലെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഷാഡോസ് പോലെയാണ് എന്നുള്ള, ഇതെന്തല്ല, ഇത് പെർമനന്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തൊക്കെയാണടാ, നമ്മുടെ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ്. ഓക്കെ, സ്റ്റേറ്റ് എന്നുള്ളതിനോട് മീൻ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റസ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇംപെർമനന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള പറയുന്നത്. There is no defense against one's fate or destiny അല്ലെ, ഒരാളുടെ വിധിക്ക് എതിരെ എന്തില്ല, ഒരു ഡിഫൻസും ഇല്ല എന്നുള്ള, ഒരു പ്രതിരോധവും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. Death comes for king too, ഡെത്ത് എന്താവും എല്ലാ രാജാക്കന്മാരിൽ വരെ എത്തും എന്നുള്ള അല്ലെ, മരണം എത്തും. Even the people with scepter and crowns must tumble down, അഥവാ കിരീടവും ചെങ്കോലും ഒക്കെ അല്ലെ, കിരീടവും ചെങ്കോലും ഒക്കെ ഉള്ള ആളുകൾ വരെ അവസാനം എന്ത് ചെയ്യും, ഈ മരണത്തിന് കീഴടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. So even kings with all the power in the world must die in the dash be made equal with the poor farmers who use scythe and spade. അഥവാ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഈ എല്ലാ രീതിയിലുള്ള പവറും ഉണ്ടായിട്ടുണ്ടായിരുന്ന കിങ് അല്ലെ, അവര് വരെ മണ്ണില് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും എന്നുള്ള. അഥവാ ഈ സെയ്ത്തും സ്പേഡും എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്രികൾച്ചറൽ ടൂൾസ് ആണ് അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന അരിവാളൊക്കെയാണ്. അപ്പൊ ഈ അരിവാളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഫാമേഴ്സ് ഒക്കെ പോകുന്നത് എങ്ങോട്ടാണ്, ഈ മണ്ണിലേക്ക് തന്നെയാണ്. അതേ മണ്ണിലേക്ക് തന്നെയാണ് ആര് പോകുന്നതും, ഈ
എല്ലാ പവർ ഉണ്ടായിട്ടുണ്ടായിരുന്ന നമ്മുടെ കിങ്സ് പോകുന്നേ എന്നുള്ളതാണ്. സോ ഈ ഡെത്ത് എന്ത് ചെയ്യും, എല്ലാവരും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ therefore all men are equal in death. ഡെത്തിന്റെ കേസിൽ എന്താണ്, എല്ലാ ആളുകളും അല്ലെ, എല്ലാ ആളുകളും ഈക്വൽ ആണ് എന്നുള്ളതാണ്. സോ ഇനി അടുത്തെന്താണ്, സ്റ്റാൻസ 2ന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, നോക്ക്. some man with swords may reap the field എന്ന് തുടങ്ങിയിട്ട് creep to death എന്ന് വരെയുള്ള ഈ ഒരു സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ്, some man may reap the field with swords and place fresh laurels where they kill. അഥവാ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, യുദ്ധക്കളത്തിൽ അല്ലെ, യുദ്ധക്കളത്തിൽ അവരുടെ swords ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ആ യുദ്ധത്തിൽ അവർ ജയിക്കും എന്നുള്ള ഒരുപാട് തലകള് അവർ കൊഴിഞ്ഞിടും എന്നുള്ളതാണ്. ഈ ഫീൽഡ് ഒക്കെ എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്പ് ചെയ്യുന്ന പോലെ എന്നുള്ളതാണ്. സോ ആൻഡ് plant fresh laurels where they kill. എവിടെയാണോ അല്ലെ അവര് കിൽ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആളുകളെ, അവിടെ അവര് ഫ്രഷ് ലോറൽസ് അവർ പ്ലാൻ ചെയ്യുന്നുള്ള ഉദ്ദേശം എന്താണ്, അവർക്ക് കിട്ടുന്ന ബഹുമതികളാണ് ഇവിടെ പറയുന്നത് എന്നതാണ്. സോ വേരിയസ് വിക്ടറീസ് ആർ കമ്പയർഡ് ടു ദ റീപ്പിംഗ് ഓഫ് എ ഫീൽഡ് വിത്ത് പ്ലാൻ ലോറൽസ് ഓഫ് വിക്ടറി. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ, അഥവാ യുദ്ധത്തിൽ ജയിക്കുന്ന വാരിയേഴ്സും ആയിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അഥവാ ഫീൽഡ് റീപ്പ് ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, ഇവർ രണ്ടുപേരുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഫീൽഡ് ഒക്കെ റീപ്പ് ചെയ്തിട്ട് അവരവിടെ ഈ ഒരു ഫ്രഷ് ലോറൽസ് പ്ലാൻ ചെയ്യുന്ന പോലെയാണ് ഈ യുദ്ധത്തിലെ അല്ലെ, യുദ്ധത്തിൽ ജയിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ വിക്ടറീസ് കിട്ടുന്നേ എന്നുള്ളതാണ് പറയുന്നത്. men might seek fame all their lives fighting with swords and celebrating their kills and victories with fresh laurels, but their strong nerves must submit to death at the end. അഥവാ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, മനുഷ്യന്മാരല്ലേ അവരുടെ വിക്ടറിക്ക് അവർ മാക്സിമം അവര് സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്, അവരുടെ വിക്ടറീസ്, അവരുടെ ജയങ്ങള്. പക്ഷെ ആ ജയങ്ങള് അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ സ്ട്രോങ് നെർവ്സ് വരെ, അവരുടെ അല്ലെ ആ ശക്തിയുള്ള അവരുടെ ഞരമ്പുകൾ വരെ എന്തിന് കീഴടങ്ങും എന്നുള്ളതാണ്, ഈ മരണത്തിന് കീഴടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. their strong nerves must submit to the death at the end. അവസാനം അവര് വരെ മരിക്കും എന്നുള്ളതാണ്. men might tame one other, but even if it's early or late they fall to their own fate. മനുഷ്യന്മാർ തമ്മിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മെരിക്കലും കാര്യങ്ങളൊക്കെ നടക്കും അല്ലെ, യെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ പരസ്പരം ടൈം ചെയ്യുന്ന ആളുകൾ വരെ അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മരണത്തെ മെരുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മരണത്തിന് മുന്നിൽ അവരൊക്കെ കീഴടങ്ങും എന്നുള്ള ആ വിധിയില് അവർക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. they must give up their murmuring breath when death creeps upon them. അവരെന്ത് ചെയ്യും, മരണം അവരിലേക്ക് എത്തിയാലല്ലേ അവരും ആ ഒരു murmuring breath അവര് പുറപ്പെടുപ്പിക്കും എന്നുള്ളതാണ്, അവര് മരിച്ചു പോകും. no matter how glorious men might be in their lifetime, they are just pale captives to death. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ എത്ര അടിപൊളി ആളുകളാണോ അല്ലെങ്കിൽ എത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണോ എന്നുള്ളതൊന്നും മാറ്റർ അല്ല എന്നുള്ളതാണ്. സോ നോക്ക്, ദേ ആർ ജസ്റ്റ് പേൽ കാപ്റ്റീവ്സ് ടു ഡെത്ത്. മരണത്തെ സംബന്ധിച്ചിടത്തോളം അവരല്ലേ പേൽ കാപ്റ്റീവ്സ് എന്നുള്ള പറഞ്ഞ എന്താണ്, മരണത്തിന്റെ ആ ഒരു തടവറയില് ആ ഒരു തുറങ്കില് എല്ലാവരും അകപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് കേട്ടോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്ര ഗ്ലോറിയസ് ആയിട്ട് ഒരു കാര്യമില്ല. സോ അടുത്തത് എന്താണ്, സ്റ്റാൻസ 3 ആണ് നമ്മൾ പറയുന്നത്. the garlands wither on your brow എന്ന് പറഞ്ഞിട്ട് yes blossom in their dust. ഈ ഒരു സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷൻ. സോ നോക്കൂ, the garlands of victory will wither on our brow as they cannot boast our mighty deeds when we are dead. അഥവാ ഇവിടെ പറയുന്നത് എന്താണ്, മനുഷ്യന്മാരല്ലേ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ വെക്കുന്ന ഒരു സംഭവമാണ് അല്ലെ, ഫ്ലോറൽ ആയിട്ടുള്ള ഈ ഒരു ബാൻഡിനെയാണ് ഇവിടെ പറയുന്നത് ഗാർലൈൻസ് എന്ന് പറഞ്ഞാൽ. സോ അത് ഒരു സമയം ആവുമ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ കൊഴിഞ്ഞു പോകും അല്ലെ, കൊഴിഞ്ഞു പോകും, അത് ഉണങ്ങിയിട്ട്. അതേപോലെ തന്നെയാണ് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന്മാർക്ക് എന്താണ്, മരണം വരെയാണ് നമ്മൾ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അല്ലെ, ആ മൈറ്റി ഡീഡ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ബോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പൊങ്ങച്ചം പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആരെങ്കിലും പറയാനുണ്ടാവും, ഇല്ല. സോ ദിസ് മീൻസ് ദാറ്റ് അവർ ഫെയിം ഡൈസ് വിത്ത് us. ഇവിടെ ഇത് കാണിക്കുന്നത് എന്താണ്, ഈ ഗാർലൈൻസ് കൊഴിഞ്ഞു വീകുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്മാര് മരിക്കുന്നതിന് ശേഷം നമ്മുടെ ഫെയിം, നമ്മുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെ നമ്മുടെ പ്രസിദ്ധിയൊക്കെ നമ്മളോട് കൂടിയിട്ട് തന്നെ ഇല്ലാതാവുന്നേ എന്നുള്ളതാണ് മരണത്തോടു കൂടി. എവരിവൺ ഈസ് ഈക്വൽ ബിഫോർ ഡെത്ത്. ഡെത്തിന്റെ മുന്നിൽ എന്താണ്, എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള. they must bow before its purple altar. A victor in life becomes the victim before death.
ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? യെസ്, ദേ മസ്റ്റ് ബോ ബിഫോർ ഇറ്റ്സ് പേർപ്പിൾ ആൾട്ടാർ എന്നുള്ള ഈ മരണത്തിന്റെ അല്ലെ ഈ ഒരു പേർപ്പിൾ ആൾത്താരയില് എങ്ങനെയാണോ ഒരു ബലി അറുക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മുടെ ഒക്കെ അല്ലെ ഈ കിങ്സിന്റെ അല്ലെങ്കിൽ ഈ റൂളേഴ്സിന്റെ ഒക്കെ ബ്ലഡും അവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. സോ ഇവിടെ എ വിക്ടർ ഇൻ ലൈഫ് ബിക്കംസ് എ വിക്ടിം ബിഫോർ ഡെത്ത്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? മരണത്തിൽ എന്റെ മുന്നിൽ അവരൊക്കെ ഇരയാക്കപ്പെടുന്ന ആളുകളാണ് അല്ലെ, വിക്ടിം ആണ് എന്നുള്ളതാണ്. എവറി പേഴ്സൺ ഹാഡ് മസ്റ്റ് കം to the call tomb, their body is buried in after death. അഥവാ മരണത്തിന് ശേഷം എല്ലാവരുടെ ഈ ബോഡീസിന്റെ കല്ലറയിൽ അകപ്പെടും. അപ്പൊ എല്ലാവരുടെയും ഹെഡും ശരിക്കും എന്താണ്? ഈ ഒരു കോൾഡ് ടോംബിലേക്ക് വരികയാണെങ്കിൽ എന്നുള്ളതാണ് അല്ലെ. Only the virtuous actions of truly just people live on even after their death. അഥവാ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാകുന്ന virtuous ആയിട്ടുള്ള ഡീഡ്സ് എന്താണോ, ഏറ്റവും മഹത്വപരമായിട്ടുള്ള നമ്മുടെ കർമ്മങ്ങൾ എന്താണോ, അത് മാത്രമേ അല്ലെ ഇറ്റ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ എന്നുള്ള, അത് മാത്രമേ എന്നേക്കുമായിട്ട് ഓർമ്മിപ്പിക്കപ്പെടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അതിനെയാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് എന്ന് പറഞ്ഞത്. സ്മെൽ സ്വീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മിക്കപ്പെടുന്നതിനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ മരിച്ചാലും നമ്മുടെ virtuous ആയിട്ടുള്ള ഡീഡ്സ് മാത്രമേ നിലനിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുന്ന കാലത്ത് മാക്സിമം നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ ഇതിന് സ്റ്റാൻസ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ കഴിഞ്ഞാൽ ഇനി ചോദ്യങ്ങൾ എവിടുന്നാണ് വരാറുള്ളത്? ഇതിന്റെ പോയറ്റിക് ഡിവൈസസുകളിൽ നിന്നാണ്. ഇതിന് ലൈൻസ് തരും, ഇതിൽ ഏതാണ് പോയറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്ന് ആണ് പൊതുവെ ചോദ്യം ചോദിക്കാറുള്ളത്. സോ ഇവിടെ നോക്ക്, death lays is hazy and on kings എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മരണം അതിന്റെ തണുത്ത കൈകൾ കൊണ്ട് എന്താണ്? കിങ്സിനെ വരെ പിടിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. സോ മരണത്തിന്റെ തണുത്ത കൈകൾ എന്നാണ് ഡെത്തിന്റെ ഐസി ഹാൻഡ് എന്ന് പറഞ്ഞത്. അതെന്താണ് ശരിക്കും? അപ്പൊ എന്തിന് എക്സാമ്പിൾ ആണ്? അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. കാരണം ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആണ് ഇവിടെ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് എന്തിന് എക്സാമ്പിൾ ആണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ് എന്നുള്ള. സോ അടുത്ത എന്താണ്? വിത്ത് ദ പുവർ ക്രൂക്കഡ് സെയ്ത്ത് ആൻഡ് സ്പേഡ്. അതും എന്താണ്? അപ്പൊ പേഴ്സോണിഫിക്കേഷൻ ആണ്. കാരണം എന്താണ്? സെയ്ത്തിനും സ്പൈഡിനും ഒക്കെ അല്ലെ ഇവിടെ പുവർ എന്ന് നമുക്ക് കാണാം. പുവർ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ആരോട് പറയാം? നമ്മൾ പീപ്പിളിന് കൊടുക്കുന്ന സംഭവമാണല്ലേ, പീപ്പിൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതും ഇവിടെയും എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ്. ഇവിടെ സ്കെപ്ചർ ആൻഡ് ക്രൗഡ്, കിരീടം ചെങ്കോല അല്ലെ. കിരീടം ചെങ്കോല ശരിക്കും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ കിങ്സിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ കിങ്സുമായിട്ട് ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? മെറ്റോണിമിക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ള. പിന്നെ അതേപോലെ തന്നെ സെയ്ത്ത് ആൻഡ് സ്പേഡ് എന്നുള്ളതിനോട് ഉദ്ദേശിച്ചത് എന്താണ്? ഫാമേഴ്സിനൊക്കെയാണ് അല്ലെ. യെസ്, അതുകൊണ്ട് തന്നെ അതും മെറ്റോണിമിക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കും, some men with swords may reap the field. അപ്പോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ. ആളുകൾ എന്ത് ചെയ്യാണ്? ഈ പാടം കൊയ്യുന്നത് പോലെ എന്നുള്ള രീതിയിലാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്തിന്റെ കമ്പാരിസൺ ആണ് ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നത്? ആ യുദ്ധത്തിൽ ജയിക്കുന്ന വാരിയേഴ്സിനെയാണ് ഈ പാടം റീപ്പ് ചെയ്യുന്നത് പോലെ എന്ന് കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈക്കും ആഷും ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? മെറ്റഫറിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. then അതേപോലെ ഇവിടെ നോക്ക്, ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടർ നൗ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡെത്തിന്റെ പേർപ്പിൾ ആൾട്ടർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ അതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. എന്നാൽ ഇവിടെ നോക്ക്, വിക്ടർ വിക്ടിം. വിക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജയിക്കുന്ന ആള്. വിക്ടിം എന്ന് പറഞ്ഞാൽ എന്താണ്? പരാജയപ്പെടുന്ന ആള് അഥവാ ഇരയാക്കപ്പെടുന്ന ആള് എന്നുള്ള അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്താണ്? കോൺട്രറി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. അതെന്തിനാണ്? ഭയങ്കരമായിട്ടുള്ള ഒരു പവർ കൊടുക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് അതിന് ആ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിന്റെ എക്സാമ്പിൾ ആണ് ശരിക്കും? യെസ്, ഓക്സിമറോന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് അലിട്രേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? വിക്ടർ വിക്ടിം രണ്ടും എന്താണ്? കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ് ഇവിടെ അല്ലെ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അലിട്രേഷൻ എന്ന് പറയാൻ കാരണം. സോ ഇവിടെ നോക്ക്, സ്മെൽ സ്വീറ്റ്. സ്മെൽ സ്വീറ്റ്, സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അപ്പൊ എന്താണ് ഇത്? കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ് അല്ലെ. ഒരു വരിയിൽ ഒന്നിൽ കൂടുതൽ തവണ കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ അല്ലെ. അഥവാ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് വരുന്ന സൗണ്ടുകളെയാണ് നമ്മൾ കോൺസണന്റ് സൗണ്ട് എന്ന് പറയാം. അപ്പോ അതിന്റെ റിപ്പീറ്റേഷൻ വന്നതുകൊണ്ട് തന്നെ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം അറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ അപ്രിസിയേഷനോ അല്ലെങ്കിൽ ഇതിന്റെ 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമുക്ക് അവിടെ ഇത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി ഫർദർ ആയിട്ട് നമ്മൾ യൂണിറ്റ്
3 യൂണിറ്റ് 4 ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് ആ യൂണിറ്റ് 3ന്റെ 4ന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.